വീഡിയോ ആണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റി തുണിയിൽ നിന്ന് നമുക്ക് ഒരു നൈറ്റി തന്നെ നമ്മൾ തയ്ച്ച ഒരു സ്റ്റിച്ച് ചെയ്ത നൈറ്റി വെച്ച് നമുക്ക് എങ്ങനെ ഒരു നൈറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഏതൊരാൾക്കും അറിയാൻ പറ്റും, എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് ഒരു നൈറ്റി തുണി കട്ട് ചെയ്തെടുക്കാനൊന്നും എല്ലാവർക്കും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. കാരണം ഇത് ഒരു നൈറ്റി തുണിയിൽ നമ്മൾ അളവെടുത്തിട്ടില്ലല്ലോ. ഈ നൈറ്റി തുണി നമ്മൊരു നൈറ്റി തുണി നാലാക്കി മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ അളവ് നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഒരു അളവുള്ളൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്തൊരു മാക്സി നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ ഈ നൈറ്റി തുണി നാലാക്കി മടക്കിയിട്ട് നൈറ്റി തുണിയുടെ മുകളിലേക്ക് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അതിൽ നിന്നാണ് അളവ് അടയാളപ്പെടുത്തുന്നത്. അത് നമ്മൾ ടേപ്പ് വെച്ചൊന്നും അടയാളപ്പെടുത്തുന്നില്ല. അത് ഞാൻ ഇതിൽ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഒട്ടും എന്താ പറയുക, ഇത് അളവെടുത്ത് നൈറ്റി എന്നൊക്കെ അളവെടുത്തിട്ട് ഈ നൈറ്റി തുണിയിലേക്ക് അളവെടുത്ത് അടയാളപ്പെടുത്തിയൊക്കെ കട്ട് ചെയ്യാനൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എന്നാൽ അത്യാവശ്യം സ്റ്റിച്ചിങ് മാത്രമൊക്കെ അറിയുന്നവരും ഉണ്ടാവും, കുറേശ്ശെയൊക്കെ ആയിട്ട് കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ അറിയുന്നവരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. നമുക്കപ്പോൾ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റി ബിറ്റ് ഞാനിപ്പോൾ ഈ 290 നൈറ്റി ബിറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 290 നൈറ്റി ബിറ്റിന് ഞാൻ ഇതേപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാലാക്കി മടക്കിയിടും. നമ്മൾ നാലാക്കി ഇതേപോലെ തേര് വരണ വശത്തേക്കാണ് നമ്മൾ നാലാക്കി മടക്കിയിടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഡിസൈൻ അകത്താക്കിയിട്ട് ഉൾവശമാക്കിയിട്ട് പുറത്ത് പ്ലെയിൻ കളറിൽ വരുന്ന വിധത്തിൽ ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാൻ വരച്ച് കാണിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണിനെ നമ്മൾ ഇതേപോലെ നാലാക്കി തേര് വരുന്ന വശത്തേക്ക് നാലാക്കി മടക്കിയിട്ടതൊക്കെയാണ് കേട്ടോ. നാലാക്കി ഇത് മടക്കി ഇങ്ങനെ ഇതേപോലെ ഇട്ടേക്കാണ്. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല മനസ്സിന് തൃപ്തി തോന്നുന്ന ഒരു നൈറ്റി, എന്തായാലും ഒരു നൈറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ആ ഒരു നൈറ്റി നല്ല കറക്റ്റ് അളവിലുള്ളൊരു നൈറ്റി എടുക്കുക. ആ നൈറ്റി എടുത്തതിന് ശേഷം ആ നൈറ്റി നമ്മൾ ഈ മാക്സി നമ്മൾ ഈ ഒരു നൈറ്റി തുണിയിലേക്ക് ഇതേപോലെ മടക്കിയിട്ടിട്ട് ഇതേപോലെ നമ്മൾ ഈ നൈറ്റി ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇതേപോലെ. അപ്പോൾ ഇത് 4 ഒരു ഭാഗമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിയെ നാലാക്കി മടക്കിയിട്ട ഒരു നൈറ്റി തുണിയുടെ മുകളിലേക്ക് ഈ നൈറ്റിനെ ഇതേപോലെ നമ്മൾ രണ്ടാക്കി ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൈറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാക്കി മടക്കിയിടാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു നൈറ്റി തുണിയാണെങ്കിൽ നമ്മൾ നാലാക്കി മടക്കിയിടാനാണ് പറയുന്നത്. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഒരു നൈറ്റി ആണല്ലോ, ഒരു മാക്സി ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തതായാലും നമുക്ക് ഇത് 4 പാർട്ടായിട്ട് കിട്ടും. ഇത് 4 പാർട്ടായിട്ട് തന്നെയാണ് നമ്മുടെ ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല കറക്റ്റായിട്ട് സെൻറ്ററൊക്കെ നല്ല കറക്റ്റായിട്ട് എല്ലാ വശവും നല്ല കറക്റ്റായിട്ട് നമ്മളത് ഈ ഒരു നൈറ്റി തുണിയിൽ വിരിച്ചിടുക. ഇതേപോലെ വിരിച്ചിട്ടത് കറക്റ്റ് കഴുത്തും ഷോൾഡറും കൈയും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ കൈയൊക്കെ നിവർത്തി വെച്ചതിന് ശേഷം മാത്രം അടയാളപ്പെടുത്താൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നൈറ്റി തുണി നാലാക്കി മടക്കിയിട്ടതിന് ശേഷമാണ് ഈ ഒരു നൈറ്റി നമ്മൾ ഇതിലേക്ക് രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഇതേപോലെ നല്ല കറക്റ്റാക്കിയിട്ട് അറ്റം വരെ നല്ല ക്ലിയറാക്കി ഇട്ടാലാണ് നമുക്കത് കറക്റ്റ് അളവ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ നൈറ്റി തുണി നന്നായിട്ട്
നാലാക്കി മടക്കി നല്ല വൃത്തിയായിട്ട് വിരിച്ചിടുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് തന്നെയായിട്ട് ഈ ഒരു നൈറ്റി മാക്സി നമ്മളൊന്ന് അതും നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വിരിച്ചിടും. ഒട്ടും ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല കറക്റ്റിന് വരുന്ന രീതിയിൽ നമുക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് അളവ് അടയാളപ്പെടുത്താൻ കണക്കാക്കി നന്നായിട്ട് വിരിച്ചിടുക. കണ്ട ഇപ്പോൾ ഇതേപോലെ നല്ല കറക്റ്റാക്കി വിരിച്ചിടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മളൊന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് വേണം കേട്ടോ നമ്മളൊന്ന് ഇതാക്കിയെടുക്കാൻ. കാരണം നമുക്കിവിടെ തയ്യൽ തുമ്പ് ആവശ്യമാണല്ലോ മുകളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മുകളിൽ ഏറ്റവും മുകളിൽ അറ്റത്ത് കൊണ്ടുവച്ച് നമ്മുടെ നൈറ്റി, അതായത് മാക്സി നമ്മൾ അറ്റത്ത് ഇങ്ങനെ ഇതേപോലെ കൊണ്ടുവച്ച് ഒപ്പത്തിനൊപ്പം തുണിയുടെ ഒപ്പം വെക്കരുത്. 1/2 ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് വേണം കേട്ടോ, ഇട്ടതിന് ശേഷം വേണം കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു നൈറ്റി ഇതിലേക്ക് കറക്റ്റായിട്ട് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അടിയിലും നമുക്ക് 1/2 ഇഞ്ചോളം കിട്ടുന്ന വിധത്തിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരുതേ ഉണ്ട്. ഇപ്പോൾ ഇതേപോലെ അടിഭാഗത്തും നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതും കുറച്ച് കിട്ടുന്ന വിധത്തിൽ 1/2 ഇഞ്ചോളം കിട്ടുന്ന വിധത്തിലായിരിക്കണം കേട്ടോ നമുക്ക് നൈറ്റി തുണി ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു 56 ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഈ 290 നൈറ്റി തുണി നമുക്ക് എന്തായാലും ഒരു 56 ഇഞ്ച് ഇറക്കം എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ 320 തുണി എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു നോർമൽ നൈറ്റിക്കുള്ള അത്യാവശ്യം മെറ്റീരിയൽ ഇതിൽ ഉണ്ട്, നമ്മുടെ ഈ 290 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതൊന്ന് അളവെടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അത് വിരിച്ചിട്ടതിന് ശേഷം നല്ല കറക്റ്റായിട്ട് കഴുത്തൊക്കെ നല്ല ഒപ്പത്തിനാണെന്നൊക്കെ ഉറപ്പ് വരുത്തണം കേട്ടോ. അത് മറ്റേ അളവെടുക്കണ പോലത്തെ റിസ്ക് ഇതിനില്ല. ഇത് നല്ല കറക്റ്റായിട്ട് നമ്മളൊന്ന് വിരിച്ചിട്ടാൽ മതി. അപ്പോൾ അറിയുന്നവർക്കിപ്പോൾ അളവെടുത്ത് എങ്ങനെയും തയ്ക്കാനൊരു അത് അവർക്ക് അവരുടേതായ ഒരു ഇതിൽ തയ്ക്കിച്ച് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. പക്ഷെ അറിയാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് ചെറുതായിട്ടൊക്കെ കുറച്ചൊക്കെ എനിക്ക് കട്ട് ചെയ്യാൻ അറിയാമെന്ന് ഉള്ള ആൾക്കാരുണ്ടാകും. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്ത് ഷോൾഡർ 1/2 ഇഞ്ച് ഇവിടെ വരുന്ന രീതിയിൽ തുണി താഴേക്ക് ഈ മാക്സി ഞാൻ താഴത്തേക്ക് 1/2 ഇഞ്ച് ഇറക്കിയാണ് ഈ നൈറ്റി ബിറ്റിൻ്റെ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് ഇറക്കിയിട്ടിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ അതേപോലെ സെൻറ്റർ ഭാഗത്തൊക്കെ ഇതേപോലെ കണ്ട കറക്റ്റിന് വരണം കേട്ടോ. ഇതൊക്കെ ഇവിടെ കറക്റ്റിന് വരണം. അതേപോലെ കഴുത്തിൻ്റെ ഈ ഭാഗം നല്ല കറക്റ്റായിരിക്കണം. ഈ സെൻറ്റർ വശത്തു നിന്ന് തന്നെ കഴുത്ത് നല്ല തുടങ്ങണം. അപ്പോൾ നമുക്ക് നല്ല തൃപ്തിയായിട്ടുള്ള നല്ലൊരു നൈറ്റി ഉണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ ഇതേപോലെ വിരിച്ചിടാൻ പറ്റിയ നല്ല വൃത്തിയായിട്ട് വിരിച്ചിട്ടാൽ നമുക്കതിൽ നിന്ന് അളവ് രേഖപ്പെടുത്താൻ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല വൃത്തിയുള്ളൊരു നൈറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം റിസ്ക് ഇല്ലാണ്ട് തന്നെ വേഗം നമുക്കിതൊന്ന് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇതൊക്കെ വിരിച്ചൊക്കെ ഇട്ട് നല്ല ക്ലിയർ ആയിട്ടൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കഴുത്തിൻ്റെ ഉൾവശത്തേക്ക് നീക്കിയിട്ട് നമുക്ക് തയ്യൽ തുമ്പ് വേണമല്ലോ. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കഴുത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു 4 ഇഞ്ച് നീക്കിയിട്ട് വേണം നമ്മളൊന്ന് കഴുത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കഴുത്തിൻ്റെ ഇത് അടയാളപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബാക്കിലെ കഴുത്താണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിലെ കഴുത്ത് നമ്മളൊന്ന് 4 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന്, ഇതൊരു യു ഷേപ്പിലുള്ള കഴുത്താണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് എല്ലാവർക്കും പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റിയ ഒരു കഴുത്ത് തന്നെയാണ്. അപ്പോൾ യു ഷേപ്പിൽ വേണ്ട 4 ഇഞ്ച് അളവിൽ ഞാനിവിടെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് നിങ്ങൾ കാണുന്നുണ്ടോ. തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ. തയ്യൽ തുമ്പ് ഇടാതെ നിങ്ങൾ ഈ കഴുത്തിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വെട്ടിക്കൊടുക്കരുത്. ഉൾഭാഗത്തേക്ക് കുറച്ച് 4 ഇഞ്ച് കയറ്റി വെച്ച് 4 ഇഞ്ച് കയറ്റി വരക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ അളവ് കഴുത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം നമ്മളുടെ ഷോൾഡർ വരുന്നത് ഈ ഭാഗത്താണ്, ഈ ഒരു ഭാഗത്ത്. ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കഴുത്ത് പോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് അതിന് ശേഷം ഷോൾഡറിൻ്റെ ഈ തയ്യലിന് കഴിഞ്ഞിട്ട് ഈ തയ്യൽ തുമ്പ് കൂട്ടണമല്ലോ നമുക്ക്. അപ്പോൾ അതിന് 1/2 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എന്താ ചെയ്യുക, നമ്മൾ ഈ കൈക്കുഴി ഇതിലേ നമ്മുടെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. ആ കൈക്കുഴിയുടെ അവിടെ നമ്മുടെ ഈ 3 വിരലുകൾ വെക്കുക. എന്നിട്ട് ഒരേ വിരലും ഒരേ സെൻറ്ററിലായിട്ട് ഇതേപോലെ 1 ഇഞ്ച് അകലത്തിലായിട്ട് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഈ കൈക്കുഴിയുടെ സ്റ്റിച്ച് പോയേക്കണം ആ ഭാഗത്ത് കൂടി നമ്മൾ ഈ 1 ഇഞ്ച് അകലത്തിലായിട്ട് നമുക്ക് ഈ വിരലുകളൊന്ന് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ സ്ലീവ് ഒന്ന് ഇതേപോലെ ഇങ്ങോട്ട് മറിച്ചിട്ട് നമ്മുടെ ഈ കയ്യിൻ്റെ ഈ നമ്മൾ വെച്ച് കൊടുത്തേക്കണ ഈ വിരലുകളുടെ ഇത് നമുക്കറിയാൻ പറ്റും ഇങ്ങനെ നോക്കുമ്പോൾ. അത് നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ഇവിടെ വിരൽ വെച്ച് ഞാൻ കൊടുക്കാൻ പറഞ്ഞല്ല, ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മളൊന്ന് വിരൽ വെച്ച് കൊടുക്കുന്നത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് വേണം കേട്ടോ. നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ, ഇത് ഇത്ര തയ്യൽ തുമ്പ് ഇവിടെ വേണം എന്നുള്ളത്. അത് നമുക്കറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ എത്ര സ്റ്റിച്ചിങ് അറിയാത്തവരിക്കും, നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇടുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അവർക്കൊക്കെ അറിയാൻ പറ്റും ഇത്രയും തയ്യൽ തുമ്പ് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് വേണം, ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വേണം എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതേപോലെ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കൂട്ടി വെച്ചതിന് ശേഷം ഈ വിരലുകൾ ഈ 1 ഇഞ്ച് അകലത്തിലായിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ വെക്കാം. ഈ 3 വിരലുകൾ നമ്മൾ വെച്ചാൽ മതി. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ സ്ലീവ് ഒന്ന് ഇതേപോലെ മടക്കിയിട്ട് ഈ വിരലുകൾ വെച്ചേക്കണം. നമുക്കിതിവിടെ അറിയാൻ പറ്റും, നമ്മളിവിടെ ഇങ്ങനെ തടയുമല്ലോ നമ്മുടെ ഇത്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് വരയിട്ട് കൊടുക്കുക. ഈ വിരലുകൾ വെച്ചേക്കണ ഭാഗത്തു കൂടി ഒന്ന് വരയിട്ട് ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ കൈക്കുഴി ഇതേപോലെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. കണ്ടോ? കൈക്കുഴി വരച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം കൈക്കുഴി നമ്മൾ വരച്ച് കൊടുത്ത്, അപ്പോൾ നമുക്ക് ഇവിടെ ഈ അറ്റത്തും ഇതേപോലെ ഇനി നമുക്ക് ഈ വിരലുകൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ അറ്റത്തേക്കും കൂടി ഒന്ന് ഇതേപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ വെച്ചാൽ നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ 1 ഇഞ്ച് അകലത്തിൽ നമ്മളിവിടെ ഇടവും ഷേപ്പും ഹിപ്പും ഒക്കെ വേസ്റ്റും ഹിപ്പൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നു. 1 ഇഞ്ച് അകലത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൈക്കുഴിയുടെ ആ ഭാഗത്തു നിന്ന് തന്നെ ഒന്നും കൂടി ഈ നൈറ്റിന് മാക്സി നന്നായിട്ട് ഒന്നും കൂടിയൊക്കെ ക്ലിയറാക്കി ഇട്ടതിന് ശേഷം 1 ഇഞ്ച് അകലത്തിൽ ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് 1 ഇഞ്ച് അകലത്തിലായിരിക്കണം കേട്ടോ നമ്മളൊന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. കണ്ട? ഇതേപോലെ അത്രയധികം ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് അളവെടുത്ത് തയ്ക്കാനൊന്നും അറിയാത്ത ആൾക്കാർക്കൊക്കെ നല്ല സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണ് കേട്ടോ അത്. അപ്പോൾ അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വരുമ്പോഴും നമ്മൾ 1 ഇഞ്ച് അകലത്തിൽ അങ്ങനെ വന്നിട്ട് അതേപോലെ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും അങ്ങനെ 1 ഇഞ്ച് അകലത്തിലേക്ക് വന്നിട്ട് ഇതേപോലെ താഴേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഇതേപോലെ ഈ എൻഡില്ലേ ഇത് തേരിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ച് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. അതേപോലെ തേരിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ കൊണ്ടുവന്ന്, അപ്പോൾ താഴേക്ക് വരും തോറും നമ്മൾ ഈ ഹിപ്പ് കഴിഞ്ഞാൽ കുറച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടുന്ന വിധത്തിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് താഴേക്ക് വരച്ചാൽ മതി കേട്ടോ. ഈ ഭാഗത്തേക്കൊന്നും 1 ഇഞ്ച് അങ്ങോട്ട് വരക്കണ്ട. കാരണം നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഇനി വല്ല ടൈറ്റായിട്ട് ഇനി ഒന്ന് ഇടം കൂട്ടണം എന്ന് വിചാരിച്ചാൽ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് അവിടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇടം കൂട്ടണം എന്ന് വിചാരിക്കുന്നവർക്ക് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാനുള്ള തുണി അവിടെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹിപ്പ് വരെ നമ്മൾ 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്ക് വരും തോറും 1/2 ഇഞ്ച് അകലത്തിലേക്കായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ ഈ തേരിൻ്റെ ഭാഗം വരെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കും കേട്ടോ. ഈ തേരിൻ്റെ ഈ ഭാഗം വരെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്താ തേരുമ വന്ന് മുട്ടും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു താഴെ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ താഴെ ഭാഗം നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഈ ഭാഗത്ത് നമ്മളൊന്ന് പതുക്കെ ഒന്ന് മുകൾ ഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് അധികം ഇല്ലാതൊരു 1.5 ഇഞ്ചൊക്കെ വരുന്ന വിധത്തിൽ നമുക്കൊന്ന് ഈ ഒരു
താഴേന്ന് ഈ മുകൾ ഭാഗത്തേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വശവും ഇങ്ങനെ തൂങ്ങിക്കിടക്കാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങളിത് ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒരു കർവായിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പണി നമുക്ക് കഴിഞ്ഞ്. പിന്നെ അതിന് ശേഷം നമ്മൾ സ്ലീവ് അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നമ്മളെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ സ്ലീവിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. തയ്യൽ തുമ്പ് വരുന്നത് ഈ ഭാഗത്താണല്ല, കൈക്കുഴി വരുന്ന ആ ഭാഗത്താണല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ സ്ലീവ് ഒന്ന് ഇതേപോലെ ചേർത്ത് ഈ ഒരു നൈറ്റി തുണിയോട് ചേർത്ത് വെക്കാം. മുകൾ ഭാഗത്ത് കണ്ട ഇതേപോലെ അങ്ങോട്ട് ചേർത്ത് വെക്കാം. അതിന് ശേഷം കൈ ഒന്നും കൂടി ക്ലിയറാക്കി വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് 1 ഇഞ്ച് അകലത്തിൽ തന്നെ ഈ തയ്യൽ തുമ്പ് ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് തയ്യൽ തുമ്പ് വരുന്നുണ്ട്. ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് അതിൻ്റെ നേരെ തന്നെ ഇട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് അകലത്തിൽ നമുക്ക് ഈ കൈക്ക് ഈ സ്ലീവിന് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കഴിഞ്ഞ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതായി കഴിഞ്ഞില്ലേ. ഇപ്പം അളവെടുത്ത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരണമായിരുന്നു ഇത്രയും നേരം എടുത്തത്. അല്ലെങ്കിൽ ഇത്രയും നേരം എടുക്കൂല. കാരണം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ അധികം റിസ്ക് ഒന്നുമില്ല. നല്ലൊരു വൃത്തിയായിട്ട് ഇതേപോലെ വിരിച്ചിടാൻ പറ്റിയ നല്ല കറക്റ്റായിട്ട് ക്ലിയറായിട്ട് നല്ല അളവ് കിട്ടുന്ന ഒരു തരത്തിലുള്ളൊരു നൈറ്റി എടുത്തിട്ട് ഇതേപോലെ വിരിച്ചിട്ടിട്ട് നിങ്ങളൊന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സ്ലീവിൻ്റെ മുകൾ ഭാഗത്തും അതേപോലെ തന്നെ സ്ലീവിൻ്റെ ഈ ഇവിടെ വരുന്ന ഈ കൈക്കുഴിയിൽ വരുന്ന ആ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഒന്നും കൂടി കയറ്റി വെച്ചിട്ട് അര ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷമായിരിക്കണം കേട്ടോ നമ്മളുടെ കൈയുടെ ഇത് അടയാളപ്പെടുത്തുന്നത്, കൈയുടെ നീളം അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇത് എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. വേറെ ഷോൾഡറും കൈയും കൂടി ഒപ്പമാണ് കിട്ടുന്നത്. ഇതിന് വേറെ ഇനി ഞാൻ വരക്കേണ്ട ആവശ്യം ഇവിടെ വന്നില്ല. വെച്ചാൽ ഈ ഒരു കൈക്കൂടെ ഒപ്പം തന്നെയാണ് ഈ സ്ലീവിൻ്റെ ഇറക്കവും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത്രയും സ്ലീവിന് ഇറക്കം വേണ്ട എന്നാണെങ്കിൽ ഈ സ്ലീവ് ഈ ഭാഗത്തേക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഞാൻ ഇറക്കി വെച്ച് നിങ്ങൾക്ക് കാണിക്കുന്ന ഇത്ര ഇറക്കം വേണ്ടാന്ന് ആണെങ്കിൽ ഇതേപോലെ ഇപ്പോൾ കുറച്ച് ഇറക്കം മതി എന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ സ്ലീവ് ഇത്ര ഇറക്കമുള്ളൂ എന്ന് വിചാരിക്കുക. ആ സ്ലീവിൻ്റെ തയ്യൽ വരുന്നത് ഈ ഭാഗത്താണ്, ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ തയ്യലിൻ്റെ ഈ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് കയറ്റിയിട്ടിട്ട് ഒന്ന് നമ്മളിവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. 1 ഇഞ്ച് കയറ്റിയിട്ടതിന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ ഈ കൈക്കുഴിയുടെ ഭാഗം അടയാളപ്പെടുത്തില്ല, അതേപോലെ തന്നെ നമ്മളൊന്ന് ഈ 1 ഇഞ്ച് കയറ്റി ഇങ്ങനെ വിരലുകൾ വെച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഈ ഒരു നമ്മൾ ഈ കൈക്കുഴിയുടെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി കൊടുക്കണം. ഇങ്ങനെ ഇതേപോലെ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ രണ്ടാമത് വരച്ചത് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഇത് മുഴുവനായിട്ടും കിട്ടിയാലാണ് എൻ്റെ നൈറ്റിയുടെ അളവനുസരിച്ച് എനിക്ക് ഈ ഒരു സ്ലീവ് ഫുള്ളും എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളെ കാണിച്ചു തന്ന ആ നൈറ്റിയുടെ സ്ലീവ് അത്രയും ഇറക്കത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മുഴുവനായിട്ട് എടുക്കണം. ഇനി അത്രയും ഇറക്കം വേണ്ട എന്നുള്ള ആളുകൾക്ക് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ സ്ലീവിൻ്റെ ഇത്രയും ഇറക്കമുള്ളൂ നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് നമ്മളിവിടെ എന്തായാലും ഇവിടെ ഈ കൈയിൻ്റെ താഴെ വണ്ണം കഴിഞ്ഞിട്ട് ഇവിടെ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടെ 1 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു ഇറക്കം വേണമല്ലോ, കൈയിൻ്റെ ഇറക്കം അവിടെ ഈ തയ്യൽ വരുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കയറ്റിയിട്ട് തയ്യൽ തുമ്പ് ഇവിടെയാണ്, അവിടെ നിന്ന് ഇതേപോലെ മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റിയിട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് കൈ അവിടെ വെച്ചിട്ട് വിരൽ അവിടെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ
പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഈ 3 വിരലുകൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു തയ്യൽ വന്നേക്കണതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരയിഞ്ച് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നേരത്തെ കൈക്കുഴി വരച്ച പോലെ തന്നെ ഇതേപോലെ ഒന്ന് നമ്മുടെ വിരലുകൾ വരുന്ന ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ച് ചേർത്തിയിട്ട് ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ നിങ്ങളുടെ കൈ കിട്ടി. എനിക്കിപ്പോൾ അത്രയും കൈ പോരാ, ഇവിടെ ഇത് തന്നേക്കുന്ന ആൾക്ക് ഇപ്പോൾ ഇത്രയും കിട്ടുന്ന കൈയിൻ്റെ അത്രയും തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ വരച്ചത് കേട്ടോ. വരച്ചിട്ട് ഈ ഒരു കൈക്കുഴിയുടെ ഈ ഒരു നമ്മൾ 1 ഇഞ്ച് നിർത്തിയിട്ടില്ലേ അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. ഈ ഒരു വര നിങ്ങൾക്ക് അത്രയും ഇറക്കം വേണ്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഒരുപാട് പേര് ആദ്യം സ്ലീവിന് ഇറക്കം വെക്കാത്ത ആളുകളായിരിക്കുള്ളൂ. അത് ഭംഗിയായിരിക്കുള്ളൂ. സ്ലീവിന് അധികം ഇറക്കം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൈയുടെ നീളം എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൈയുടെ നീളം എടുക്കണത് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെയാണെന്നുള്ളത്. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരണോ? അപ്പോൾ ഞാൻ ഇതേപോലെ സ്ലീവ് എടുത്ത് സ്ലീവിൻ്റെ ഈ ഒരു വശം നമ്മളിവിടെ വെച്ച് ഈ ഒരു തുണിയോട് ചേർത്ത് വെച്ച് ഇവിടെ അരിഞ്ച് തയ്യൽ തുമ്പൊന്നും ഇവിടെ ഇടണ്ട കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ഇടണ്ട. ഈ ഭാഗത്ത് നമ്മൾ തയ്യലില്ലല്ലോ നമുക്ക്, അപ്പോൾ അതുകൊണ്ട് തയ്യൽ തുമ്പ് ഇടണ്ട. അപ്പോൾ നമ്മൾ ആ തുണിയോട് ചേർത്ത് തന്നെ സ്ലീവ് വെക്കുക. അതിന് ശേഷം സ്ലീവ് നന്നായി വിരിച്ചിട്ടതിന് ശേഷം ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ കൈയിൻ്റെ നീളം ഈ തയ്യൽ നമ്മളിവിടെ എവിടെയാണ് തയ്യൽ വരുന്നത്, ഇപ്പോൾ ഇതിൻ്റെ തയ്യൽ വരുന്നത് ഇവിടെയാണ്, ഈ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് ഇവിടെയാണ്. ആ സ്റ്റിച്ചിങ്ങും വിട്ട് മുകളിൽ കുറച്ചും കൂടി കൂട്ടി 1/2 ഇഞ്ച് എടുക്കണം. എന്നിട്ട് നമ്മൾ അവിടെ ഒരു വിരൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ സ്ലീവ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു അടയാളം കിട്ടിയില്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ലീവ് ഇതേപോലെ തന്നെ ഇട്ടിട്ട് അതിനൊപ്പം തന്നെ ഈ സ്റ്റിച്ചിങ് വന്നേക്കണതിൻ്റെ ആ ഭാഗത്ത് നിന്ന് തന്നെ മുകളിൽ കുറച്ചും കൂടി കൂട്ടി 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടതിന് ശേഷം ഈ വിരലുകൾ ഇതേപോലെ 1 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഈ 3 വിരലുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 3 വിരലുകൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ സ്ലീവ് ഒന്നും കൂടി മടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കൈ ഇങ്ങനെ ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമ്മൾ 1 ഇഞ്ച് അകലത്തിൽ ഇവിടെ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്ത് ചേർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കിട്ടി, കൈയിൻ്റെ ഭാഗവും കിട്ടി. ഇതേപോലെ തന്നെ ഈ പാട്ടും നമുക്ക് കിട്ടി. അപ്പോൾ ഇനി ഇതിൽ ഉള്ളത് ഇനി ഫ്രണ്ട് കഴുത്ത് നമ്മളിവിടെ വരച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു ഭാഗത്തെ കഴുത്തല്ലേ വരക്കാൻ പറ്റുള്ളൂ, ബാക്കിലെ കഴുത്താണ് അപ്പോൾ നമ്മളിവിടെ വരച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ ഫസ്റ്റ് 4 മടക്കിയിട്ട് തുണി 4 തേര് വരുന്ന രീതിയിൽ മടക്കിയിട്ടതിന് ശേഷം എന്താ ചെയ്തത്, ഈ ഒരു നൈറ്റി നല്ല ക്ലിയറായിട്ട് വിരിച്ച് ഈ 1/2 ഇഞ്ച് അകലം നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് വേണം. അപ്പോൾ 1/2 ഇഞ്ച് അകലം കിട്ടുന്ന തയ്യൽ തുമ്പ് കിട്ടുന്ന വിധത്തിലാണ് പിന്നെ ഞാൻ നൈറ്റി ഇവിടെ വിരിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. അതേപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഒപ്പം നമ്മൾ വെട്ടിക്കൊടുക്കരുത്. ഇവിടെ സ്റ്റിച്ച് ചെയ്തേക്കണം കഴുത്തിൻ്റെ ഒപ്പം തന്നെ വെട്ടിക്കൊടുത്താൽ നമ്മളുടെ കഴുത്ത് വളരെ വലുതായി പോവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു 4 ഇഞ്ച് അകലത്തിലായിരിക്കണം നമ്മൾ 4 ഇഞ്ച് നമ്മൾ കൂട്ടി എടുക്കുക, ഉള്ളിലേക്ക് കൂട്ടിയെടുക്കണം. കാരണം തയ്യൽ തുമ്പ് 4 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ കഴുത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കണം. അല്ല ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്താൽ നമ്മൾ പിന്നെ 4 ഇഞ്ചും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കഴുത്ത് ഭയങ്കര വലുതായി പോവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇതേപോലെ 4 ഇഞ്ച് നമ്മൾ കണക്കാക്കിയിട്ട് വേണം നമ്മളിവിടെ വരച്ചു കൊടുക്കാൻ കേട്ടോ. കഴുത്തിൻ്റെ ഭാഗം വരച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇത് കണ്ട കൈ കറക്റ്റായിട്ട് ഇതേപോലെ കണ്ട ഇങ്ങനെ ഇതേപോലെ ഗ്യാപ്പ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. കഴുത്ത് ഇവിടെ നമ്മൾ വരച്ചു കൊടുത്തേക്കണം ഈ ഭാഗത്ത് കണ്ട. അപ്പോൾ ഇവിടെ ഒരു 1/4 ഭാഗത്തോളം ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് 1/4 ഭാഗമല്ല 1/4 ഇഞ്ചോളം ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടേണ്ടതുണ്ട് കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ
കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്തേക്കണം, ഇതിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടല്ലോ സെൻറ്ററിലത്തെ. അപ്പോൾ ഈ സെൻറ്റർ പോർഷനൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വിരിച്ചിടണം കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കണം. അതിന് ശേഷം ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇടം, ഷേപ്പ്, ഹിപ്പ് അതൊക്കെ നമുക്ക് 1 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ ഹിപ്പ് വരെയും അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഷേപ്പ്, ഇടം, നമ്മുടെ വേസ്റ്റ്, ഹിപ്പ് ഒക്കെ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് അകലത്തിലാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതായത് ഹിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഒരു 1/2 ഇഞ്ച് അകലത്തിൽ താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്, താഴേക്ക് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിവശത്ത് ഇതേപോലെ നമ്മൾ ഈ ഒരു ജോയിൻറ്റ് വരണ ഈ വശം ഉണ്ടല്ലോ, നമ്മൾ തേരിൻ്റെ ഈ ഭാഗം മടക്കിയിട്ടേക്കണം, ആ വശത്ത് നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു കർവ് പോലെ മുകളിലേക്ക് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? കണ്ട, ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇത് നമുക്ക് ഈ 2 സൈഡും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തൂങ്ങിക്കിടക്കാതെ വൃത്തിയായിട്ട് ഇരിക്കാനായിട്ടാണ് നമ്മളിവിടെ ഒന്ന് ഇതേപോലെ കർവ് പോലെ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നത് മനസ്സിലാകാത്ത ആൾക്കാർക്ക് പിന്നെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ആരെങ്കിലും ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർക്ക് 1-2 പ്രാവശ്യം ഒന്നും കേട്ടാലും ഒന്നും മനസ്സിലാകാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇനി മനസ്സിലായിട്ടില്ല, ഒന്നും കൂടി ക്ലിയറായിട്ട് ഒന്ന് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കമൻറ്റിൽ കൂടി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, നമുക്കതിനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുക നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് ആരും വിചാരിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ കാണിച്ചു തന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും വിശദീകരിച്ച് പറയുമ്പോൾ ഇത് കുറേ ഉണ്ടല്ല നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നിസ്സാര കാര്യമാണത്. വെച്ചാൽ അത്രയധികം ബുദ്ധിമുട്ടുള്ളൊരു കേസല്ല. അപ്പം നിങ്ങളൊരു നൈറ്റി എടുത്തിട്ട് അതൊന്ന് അളവെടുത്ത് ഇതിലേക്ക് ഈ നൈറ്റിയിൽ നിന്ന് അളവെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതുമൊന്ന് ഇതിൽ നിന്നൊക്കെ വരച്ചൊക്കെ ബുദ്ധിമുട്ടിനേക്കാളും നല്ലത് ഇതാണ്. അതിപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, 2-3 പ്രാവശ്യമൊക്കെ നിങ്ങളൊന്ന് തുടരെ ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഒരു പഴയ തുണിയിൽ നിങ്ങളൊന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി നല്ലൊരു മെറ്റീരിയൽ എടുക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു അത്യാവശ്യം നല്ലൊരു തുണിയെടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല തുണിയിൽ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ കൊണ്ടുപോയി നല്ല തുണിയിൽ ഒരിക്കലും അറിയാത്ത ആൾ കട്ട് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് എക്സ്പേർട്ടുള്ള ആൾക്കാർ തന്നെയാണ് നല്ല തുണിയിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു പേടി ഉണ്ടാവില്ല. ആ പേടി അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആർക്കും പേടി വേണ്ട. നല്ല ധൈര്യമായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഒരു തുണിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 2-3-4 പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് വരെ ഒരു പഴയ തുണിയിൽ നിങ്ങൾ ഇതേപോലെ ശ്രമിക്കുക, കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്കൊരു നൈറ്റി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പേടിച്ചിരുന്നാലും ഒട്ടും തയ്യൽ പഠിക്കൂല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഇതെടുക്കേണ്ടി വരും, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലും നമുക്ക് നന്നായി പഠിക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ എല്ലാവരും നൈറ്റി തുണിയൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു ഇതാണല്ലോ. നമുക്ക് എങ്ങനെയായാലും നൈറ്റി തുണി നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ നൈറ്റിയോ ഫ്രോക്ക് നൈറ്റിയോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു തുണികളാണ് ഇപ്പോൾ വരുന്നതൊക്കെ. നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയൽസാണ് ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാട്ടെ. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ട്, ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ വരച്ചിട്ടുണ്ട്, നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം കേട്ടോ. ഇപ്പോൾ ബാക്കിലെ കഴുത്താണ് കട്ട് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് കഴുത്ത് വരച്ചിട്ടില്ല, ബാക്കും ഫ്രണ്ടും കൂടി ഞാൻ ഒപ്പം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു പീസ് നമുക്ക് അവിടെ നിന്ന് ഒന്നിച്ച് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കുന്നത്.
അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇനി കൈക്കുഴിയാണ് കേട്ടോ കട്ട് ചെയ്യണം. ഇത് കൈയുടെ ഭാഗവും കൈക്കുഴിയും കൂടെ ഒപ്പം കിടക്കുന്നത് കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ കൂടി നമ്മൾ വരച്ചേക്കണ ഈ ഷേപ്പിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഈ വരച്ചിട്ടുള്ള ഭാഗത്ത് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ എന്നിട്ട് തേരിൻ്റെ വശത്തേക്ക് നമ്മൾ കൊണ്ട് എത്തി നിർത്തണം. ഉണ്ടോ, തേരിൻ്റെ വശത്ത് നിർത്തി. അതിന് ശേഷം നമ്മൾ താഴെ ഒരു കർവ് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗവും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി അതിന് ശേഷം എന്താ ചെയ്യുക, ഇനി നമുക്ക് കയ്യിൻ്റെ, അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കണം ഷോൾഡറിൻ്റെ അവിടെ. അതിനെന്ത് ചെയ്യണം, ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ചോളം നമ്മളൊന്ന് ഇതേപോലെ നമ്മളൊന്ന് ചെരിച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. 4 ഇഞ്ച് ഈ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് 4 ഇഞ്ചോളം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക ഷോൾഡറിൻ്റെ ഭാഗം. അതിന് ശേഷം നമുക്ക് 4 ഇഞ്ചോളം ഷോൾഡർ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട. ഒരു 4 ഇഞ്ചോളം നമുക്കൊന്ന് ഇവിടെ ഒന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ ഷോൾഡറിൻ്റെ. അതെല്ലാ ഇതിൻ്റെയും ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊന്ന് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം 4 ഇഞ്ചോളം ഒന്ന് ചെരിച്ച് അവിടെ വെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് കഴിഞ്ഞ് ഇനി അതിന് ശേഷം നമ്മൾക്ക് എന്താണ് ഇനിയുള്ളത്, ഇനി നമ്മുടെ സ്ലീവാണ്. സ്ലീവ് നമ്മൾ ഇതേപോലെ കൈക്കുഴിയുടെ ഒപ്പം തന്നെയാണ് വരച്ചേക്കണമെങ്കിലും ഇവിടെ നമ്മൾക്കൊന്ന് ഈ ഭാഗത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പിൻ്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി അതിന് ശേഷം താഴേക്ക് വെട്ടി. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ സ്ലീവിൻ്റെ ഇത് കഴിഞ്ഞ് അതിൻ്റെ ഈ സ്ലീവിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ സ്ലീവിൻ്റെ സെൻറ്ററാണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും നിങ്ങൾ കളയരുത് കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ ഈ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഈ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഭാഗത്തു നിന്ന് ഇനി കൈക്ക് നിങ്ങൾക്ക് ഇത്രയും പോരാ, ഇനി നീളം പോരാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, സ്ലീവിന് ഇറക്കം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ ഒരു പീസിൽ നിന്ന് 2 പീസ് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിനനുസരിച്ച് വേണമെങ്കിൽ വെട്ടിയെടുക്കാം കേട്ടോ. നീളം കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഈ ഒരു കൈയുടെ വണ്ണത്തിനനുസരിച്ച് ഇവിടെ പീസ് വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ കൈക്ക് അത്യാവശ്യം നീളം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ കൈയുടെ കഴുത്തിൻ്റെ അടിഭാഗമൊക്കെ ഫ്രണ്ടും ബാക്കൊക്കെ തയ്ച്ച് മറിക്കാനായിട്ട് ഈ ഒരു പാർട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ പടി വെക്കാനും ഒക്കെ ഈ ഒരു സൈഡ് പീസിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു നൈറ്റി കട്ടിങ് ആകുമ്പോൾ നമുക്ക് തുണി കിട്ടും. ഇത് ഈ ചുരിദാർ കട്ടിൻ്റെ നൈറ്റി ആകുമ്പോഴേ അപ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഫ്രണ്ടിലെ കഴുത്ത് വെട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇതിൽ നിന്നൊരു പാർട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് കഴുത്ത് നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം. അതേപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് ഈ ബാക്ക് കഴുത്തൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ, അതേപോലെ നല്ല കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന്
കഴുത്ത് ഈ ഒരു നമ്മുടെ അളവ് തന്നേക്കണ ആ നൈറ്റിയിൽ നിന്ന് നമുക്കൊന്ന് ഈ അളവ് നൈറ്റിയുടെ കഴുത്ത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം നമ്മളൊന്ന് പിടിക്കുക. എന്നിട്ട് ഈ കഴുത്തൊന്ന് ഇതേപോലെ തന്നെ സെൻറ്ററൊക്കെ വെച്ച് ഈ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സ്ക്വയറല്ല, ഒരു മാനസിക്കട്ടിൻ്റെ നൈറ്റിയൊക്കെ തയ്ക്കൂലേ, അപ്പോൾ ഒരു കഴുത്തുണ്ടാവില്ല. അതിനെന്താ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അതും ഇതേപോലെ തന്നെ ഷോൾഡറിൻ്റെ വശം 1/2 ഇഞ്ചോളം നമ്മൾ താഴത്തേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് ഷോൾഡർ തയ്യൽ തുമ്പ് വേണമല്ലോ, അപ്പോൾ നമ്മൾ ഇതേപോലെ താഴത്തേക്ക് വെച്ചിട്ട് കണ്ട ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെയും 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ. ഈ ഒരു കഴുത്ത് നമ്മൾ വരക്കുമ്പോഴും 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ഇട്ടതിന് ശേഷം ഇരിക്കണം ഇത് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു ഇതാണ് കഴുത്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ 1/2 ഇഞ്ച് ഷോൾഡർ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇരിക്കണം ഈ കഴുത്തിൻ്റെ ഈ സ്റ്റിച്ച് ഇവിടെ വന്നിട്ടുണ്ടാകും, ആ സ്റ്റിച്ച് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ കഴുത്തിൻ്റെ വശവും നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു വിധത്തിലായിരിക്കണം നമ്മളിത് ഈ അളവ് ഇവിടെ വെച്ചിട്ട് ഈ കഴുത്തൊന്ന് വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഉണ്ടോ, ഈ ഒരു 1/4 ഇഞ്ച് ഈ ഭാഗത്ത് കൂടി നമ്മൾ വരച്ച് കൊടുക്കണം. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ കഴുത്തും കിട്ടി കണ്ടോ. അപ്പോൾ നമ്മളതും കൂടി ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ നമുക്ക്. ഇതൊരു മാനസിക്കട്ടിൻ്റെയൊക്കെ നൈറ്റിയുടെ ഒരു കഴുത്താണ് ഇപ്പോൾ ഈ ഒരു അളവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗവും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഇത്രയാണ് നമുക്ക് നൈറ്റി കട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ലോ റേറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട്. നല്ല വില കുറഞ്ഞ നൈറ്റി മെറ്റീരിയൽസ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം, നല്ല അടിപൊളി നൈറ്റി മെറ്റീരിയൽ ബ്രാൻഡഡ് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ നമ്പർ ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്. സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.